ഹലോ, വെൽക്കം ടു പാചകകാര്യം. നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു സദ്യ സ്റ്റൈൽ ഓലനാണ്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കാണാം. ഓലൻ റെഡിയാക്കാൻ വേണ്ടി ഞാനിവിടെ 1 കപ്പ് കുമ്പളങ്ങ ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് വൻപയർ വേവിച്ചാണ്, കുഴയാതെ വൻപയർ വേവിച്ചതാണ്. അതൊരു 1/4 കപ്പ് വൻപയർ ഞാൻ തലേ ദിവസമേ കുതിർത്തിട്ട് രാവിലെ കുക്കറിൽ 1 വിസിലിൽ വേവിച്ചെടുത്തതാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇത് കുഴഞ്ഞിട്ടില്ല. ഇതും കൂടെ ഇതിലേക്ക് ചേർക്കുകയാണ്. 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, നെടുകെ കീറി. എരിവ് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് എടുക്കാം, 2ഓ 3ഓ എടുക്കാം. ഇത് എരിവ് കുറഞ്ഞ മുളകായത് കാരണം 3 എടുത്തതേ ഉള്ളൂ. അതും ചേർത്തു. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർക്കും. ഉപ്പ് ഒരുപാടായി പോകണ്ട, വളരെ കുറച്ച് മതി. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് തേങ്ങയുടെ 2ാം പാലാണ്. 2ാം പാലും കൂടെ ചേർത്ത് ഇത് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം, കാരണം ഉപ്പ് നമ്മളിട്ടിട്ട് ഇളക്കി കൊടുത്തിട്ടില്ലല്ലോ. ഓലൻ ഇവിടെ വെന്ത് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. വെള്ളം ഒരുവിധം നന്നായിട്ട് തന്നെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങയുടെ 1ാം പാൽ ഒഴിച്ച് കൊടുക്കാം. 1ാം പാൽ ഒഴിച്ച ശേഷം അത് നമ്മൾ അടച്ച് വെച്ച് വേവിക്കുകയൊന്നും വേണ്ട, തിളപ്പിക്കുകയും വേണ്ട. ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി, അതല്ലെങ്കിൽ ഈ തേങ്ങാപ്പാൽ പിരിഞ്ഞു പോകും. കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഓലൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ, എൻ്റെ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ പറ്റുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. വീണ്ടും അടുത്തൊരു റെസിപ്പിയുമായി കാണാം. അതുവരെ ബൈ.